നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. നിലമ്പൂരിൽ പ്രചാരണം അവസാന ലാപ്പിൽ. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം, വ്യാഴാഴ്ച വോട്ടെടുപ്പ്. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രയേലും ഇറാനും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുന്നു. സംഘർഷത്തിന് പിന്നാലെ ആഗോള എണ്ണവില കുതിച്ചുയരുന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം. ഇതിൽ 7 മരണം കേരളത്തിൽ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. വിശദമായ വാർത്തകളിലേക്ക്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണം അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. പരസ്യ പ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ അവസാനവട്ട പ്രചരണത്തിലാണ് മുന്നണികൾ. UDF LDF സ്ഥാനാർത്ഥികൾ മണ്ഡലത്തിലെ അവസാനവട്ട പര്യടനം ഇന്ന് പൂർത്തിയാക്കി. PV അൻവറും അവസാന ലാപ്പിൽ കരുത്തുകാട്ടാനുള്ള ഒരുക്കത്തിലാണ്. UDF-നായി പ്രിയങ്ക ഗാന്ധിയും LDF-നായി മുഖ്യമന്ത്രിയും മണ്ഡലത്തിൽ വോട്ടഭ്യർത്ഥിച്ച് ഇന്നലെ രംഗത്തിറങ്ങിയിരുന്നു. മുഖ്യമന്ത്രിയുടെ റോഡ് ഷോയും പൊതുയോഗങ്ങളും ഇന്നലെ നടന്നിരുന്നു. മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്തിരുന്ന മുഖ്യമന്ത്രി ഇന്നലെ 3 നടന്ന LDF കൺവെൻഷനുകളിലും പങ്കെടുത്തു. അതേസമയം യൂസഫ് പത്താനുമായുള്ള PV അൻവറിന്റെ റോഡ് ഷോ ശക്തിപ്രകടനമായി മാറി. വഴിക്കടവ് വരെ നടന്ന റാലിയിൽ 100 കണക്കിന് ആളുകൾ പങ്കെടുത്തു. കനത്ത മഴയെയും അവഗണിച്ച് മുന്നണി ക്യാമ്പുകളെ ഇളക്കി മറിക്കുന്നതായി മാറുകയാണ് കൊട്ടിക്കലാശത്തിനു മുൻപുള്ള അവസാന മണിക്കൂറുകൾ. MY ന്യൂസ്, മലപ്പുറം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് AI സാങ്കേതിക വിദ്യയും BJP-യാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 2 മിനിറ്റ് 7 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് AI സാങ്കേതിക വിദ്യയും തരംഗമായിരിക്കുകയാണ്. BJP-യാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 2 മിനിറ്റ് 7 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. BJP കേരളം എന്ന ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. അധികാരത്തിലുള്ളവർ കാലങ്ങളായി എന്നെ ഗൗനിക്കുന്നതേയില്ല. വർഷങ്ങളായി ഞാൻ കാത്തിരിക്കുകയാണ് വികസനത്തിനായി. എന്റെ പ്രിയപ്പെട്ട മലയോര ജനതയ്ക്ക് ഒരു കൈത്താങ്ങിനായി, നല്ല റോഡുകൾക്കായി, ആശുപത്രികൾക്കായി. വന്യജീവി ആക്രമണങ്ങളിൽ നിന്ന് എന്നാണിനി ഒരു മോചനം? ലഭിച്ചത് പൊള്ളയായ വാഗ്ദാനങ്ങൾ മാത്രം. മതരാഷ്ട്രവാദികളെയും ഭീകരരെയും പ്രീണിപ്പിക്കാനാണ് അവർക്ക് താല്പര്യം. എത്രനാൾ ഞാനിത് സഹിക്കണം? അതേസമയം ഇന്ത്യ കുതിക്കുകയാണ്. വികസിത ഭാരതത്തിലേക്കുള്ള പ്രയാണത്തിലാണ്. അവഗണനകളും പേറി വെറും വാഗ്ദാനങ്ങൾക്ക് നടുവിൽ വികസനത്തിനായുള്ള പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പുമായി കഴിയുന്ന ഒരു ജനതയുടെ കഥ എന്ന തലക്കെട്ടിലാണ് വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്. MY ന്യൂസ്, മലപ്പുറം. LDF സർക്കാരിനെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള അവസരമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന് MK പ്രേമചന്ദ്രൻ MP നിലമ്പൂരിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രം ബാക്കിയുള്ളപ്പോൾ നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്ന നിലയിലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചാര പ്രവർത്തനങ്ങളിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്മവിശ്വാസത്തോടുകൂടി പ്രതികരിക്കാൻ കഴിയുന്നു. കാരണം ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഞങ്ങൾ എടുത്ത ഒരു പൊതു നിലപാട്, പൊതു സമീപനം, ഈ തെരഞ്ഞെടുപ്പ് ഇടതു ജനാധിപത്യ മുന്നണിയും ഐക്യ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു രാഷ്ട്രീയ മത്സരമാണ്. 10ാമത് വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല അവസരമാണ് എന്ന ഒരു പൊളിറ്റിക്കൽ പൊസിഷനാണ് UDF പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെച്ചത്. തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിൽ ഒരു പരിധിവരെ വിജയിക്കാൻ UDF-ന് കഴിഞ്ഞു എന്നാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. എന്നാൽ CPM പരമ്പരാഗതമായി ചെയ്യുന്നത് പോലെ തൃക്കാക്കരയിലായാലും അതുപോലെ തന്നെ പാലക്കാടായാലും പുതുപ്പള്ളി അടക്കമുള്ള വിവിധ നിയോജക മണ്ഡലങ്ങളിലൊക്കെ തന്നെ CPM എടുത്തിട്ടുള്ള സമീപനം ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് പകരം പലപ്പോഴും വർഗീയവൽക്കരിച്ചുകൊണ്ട്
ഒരു ധ്രുവീകരണം സൃഷ്ടിച്ചെടുക്കാനുള്ള നീക്കമാണ് പലപ്പോഴും CPM ചെയ്യാറുള്ളത്. ഏതാണ്ട് നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലും ഈ തെരഞ്ഞെടുപ്പിനെ വർഗീയവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ നീക്കങ്ങൾ സംസ്ഥാന മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പെൻഷൻ കൊടുക്കുന്നുവെന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ M സ്വരാജ് രംഗത്ത്. മനുഷ്യനെ കണക്കാക്കുന്ന രീതിയിൽ വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണം. സർക്കാർ തയ്യാറാക്കിയ പുതിയ നയം കേന്ദ്രം അംഗീകരിക്കണം. വന്യജീവി പ്രശ്നം കോൺഗ്രസ് ഉയർത്തുകയാണെങ്കിൽ സ്വാഗതാർഹമെന്നും M സ്വരാജ് പറഞ്ഞു. സർക്കാരിന് തോന്നുമ്പോഴോ തിരഞ്ഞെടുപ്പ് കാലത്തോ അല്ല പെൻഷൻ കൊടുക്കേണ്ടതെന്നും പെൻഷൻ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടത്തിയ റോഡ് ഷോയിൽ സംസാരിക്കുകയായിരുന്നു പ്രിയങ്ക. ആശാവർക്കർമാരുടെ ആനുകൂല്യവും പെൻഷനും രാഷ്ട്രീയവൽക്കരിച്ചുകൂടാ. ഇത് മനസ്സിലാക്കുന്ന സർക്കാർ വരേണ്ടതുണ്ടെന്നും പ്രിയങ്ക പറഞ്ഞു. മതേതരത്വത്തിന് വേണ്ടി ഒന്നിച്ചു നിന്നവരാണ് നമ്മളെന്നും രാജ്യത്തിന്റെ ഒരുമയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് നടത്തുന്നതെന്നും പ്രിയങ്ക വിശദീകരിച്ചു. M5 ന്യൂസ് മലപ്പുറം. പാലക്കാട് കോൺഗ്രസിന് തിരിച്ചടിയായി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് CPIM-ൽ ചേർന്നു. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻകുമാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. കോട്ടായി മണ്ഡലം പ്രസിഡന്റ് K മോഹൻകുമാറും പ്രവർത്തകരുമാണ് CPIM-ൽ ചേർന്നത്. പാലക്കാട് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻകുമാറിനെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു. പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രായേലും ഇറാനും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇരു രാജ്യങ്ങളും മൂന്നാം ദിവസവും മിസൈൽ വർഷം തുടരുകയാണ്. ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 224 പേർ കൊല്ലപ്പെട്ടതായും 2000-ലേറെ പേർക്ക് പരിക്കേറ്റതായും ഇറാന്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. സംഘർഷം രൂക്ഷമായതോടെ ടെഹ്റാനിൽ നിന്നും ആളുകൾ ഒഴിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കെട്ടിടത്തിന് കേടുപാടുകൾ സംഭവിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനിലെ മഷാദ് എയർപോർട്ടിലും ഇസ്രായേൽ ആക്രമണം നടത്തി. വിമാനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാൻ ഉപയോഗിക്കുന്ന വിമാനം തകർത്തു. മധ്യ ഇറാനിലേക്കും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. ടെലാവീവിലും ഹൈഫയിലും ജെറുസലേമിലും ഇറാന്റെ മിസൈൽ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. നിരവധി കെട്ടിടങ്ങളും തകർന്നു. ഇറാന്റെ 100-ലധികം ഡ്രോണുകൾ നിർവീര്യമാക്കിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അവകാശപ്പെട്ടു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിന് പിന്നാലെ ആഗോള എണ്ണവില കുതിച്ചുയരുകയാണ്. ഏഷ്യയിൽ എണ്ണവില ബാരലിന് $76.37 ഉയർന്നു. US ക്രൂഡ് ഓയിൽ ബാരലിന് $2.72 ഉയർന്ന് $75.67 ആഗോള ബെഞ്ച് ബ്രെന്റ് ബാരലിന് $3.67 അഥവാ 4.94% ഉയർന്ന് $77.90 റഷ്യ യുക്രൈനിൽ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ച 2022 മാർച്ചിന് ശേഷം എണ്ണ വിപണിയിലെ ഏറ്റവും വലിയ ഒറ്റ ദിവസത്തെ വർധനയാണിത്. കഴിഞ്ഞ ആഴ്ച US ക്രൂഡ് ഓയിൽ വില 13% മൊത്തത്തിൽ ഉയർന്നത്. ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ഏകോപിതമായ വ്യോമാക്രമണങ്ങളാണ് എണ്ണവിലയെ സാരമായി ബാധിച്ചത്. ടെഹ്റാനിലും പരിസരങ്ങളിലുമുള്ള പ്രധാന ഇന്ധന സംഭരണശാലകളെ ഇസ്രായേൽ ആക്രമിച്ചതായാണ് റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരവെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം ഉടലെടുത്തപ്പോൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഡീൽ ഉണ്ടാക്കാൻ തന്റെ ഇടപെടൽ വിജയകരമായിരുന്നുവെന്ന അവകാശവാദത്തോടെയാണ് ട്രംപ് ഇക്കാര്യം പറയുന്നത്. തന്റെ നേതൃത്വത്തിൽ സെർബിയ കൊസോവോ സംഘർഷം അവസാനിപ്പിച്ചെന്നും ട്രംപ് പറയുന്നു. നൈൽ നദീജല തർക്കത്തിൽ ഈജിപ്തിനും എത്യോപ്യയ്ക്കുമിടയിൽ സമാധാനം സ്ഥാപിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചെന്നും ട്രംപ് അവകാശപ്പെട്ടു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, ഒന്നിന്റെയും ക്രെഡിറ്റ് ലഭിക്കാറില്ല, കുഴപ്പമില്ല, ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും ട്രംപ് കുറിച്ചു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ G7 ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡയിലേക്ക്. രണ്ട് രാജ്യങ്ങളും ചർച്ചയിലൂടെ പ്രശ്നം തീർക്കണമെന്ന നിലപാട് ഇന്ത്യ ഉച്ചകോടിയിൽ അറിയിക്കും. കാനഡയിലെ കനാനസ്കിസിലാണ് 51ാമത് G7 ഉച്ചകോടി നടക്കുന്നത്. നയതന്ത്ര ബന്ധം വഷളായതിനു ശേഷമുള്ള മോദിയുടെ ആദ്യ കാനഡ സന്ദർശനം കൂടിയാണിത്. സംഘർഷ വിഷയം ഉന്നയിക്കുന്നതിനു പുറമെ ഊർജ്ജ സുരക്ഷ, സാങ്കേതിക സഹകരണം, നവീകരണം എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന ആഗോള വെല്ലുവിളികളിലും ഇന്ത്യയുടെ നിലപാട് പ്രധാനമന്ത്രി വ്യക്തമാക്കും. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. സംസ്ഥാനത്തെ സ്കൂളുകളിലെ സമയമാറ്റം ഇന്നു മുതൽ ആരംഭിച്ചു.
8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ പഠന സമയം അരമണിക്കൂർ കൂടും. വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് ഹൈസ്കൂളിൽ 1100 മണിക്കൂർ പഠന സമയം വേണം. സർക്കാർ നിയോഗിച്ച 5-അംഗ സമിതിയാണ് ഹൈസ്കൂളിൽ അരമണിക്കൂർ അധിക സമയം നിർദ്ദേശിച്ചത്. സമയം പുനഃക്രമീകരിക്കാൻ ഹൈക്കോടതിയും ആവശ്യപ്പെട്ടു. ഇനി സമയമാറ്റം പുനഃപരിശോധിക്കണമെങ്കിൽ കോടതിയുടെ അനുമതി വേണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. സമസ്തയുടെ എതിർപ്പ് നിലനിൽക്കെയാണ് സ്കൂൾ സമയത്തിലെ മാറ്റം. മതപഠനത്തെ ബാധിക്കുമെന്നാണ് സമസ്ത ചൂണ്ടിക്കാണിക്കുന്നത്. 12 ലക്ഷം വിദ്യാർത്ഥികളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണമെന്ന് സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. സ്കൂൾ സമയമാറ്റം പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ അധ്യാപക സംഘടനയായ KPSTയും ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം കൂടി. ഇതിൽ 7 മരണം കേരളത്തിലാണ്. 5 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് കേരളത്തിൽ മരണപ്പെട്ടത്. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഡൽഹി എന്നിവിടങ്ങളിലും ഓരോ മരണങ്ങൾ സ്ഥിരീകരിച്ചു. അതേസമയം രാജ്യത്ത് 24 മണിക്കൂറിനിടെ 119 കേസുകൾ കുറഞ്ഞു. നിലവിലാകെ 7264 കോവിഡ് രോഗബാധിതരാണ് രാജ്യത്തുള്ളത്. കേരളത്തിൽ 87 പേരും രോഗമുക്തരായി. അതേസമയം പ്രായമായവരിലും മറ്റ് അനുബന്ധ രോഗമുള്ളവരിലും കോവിഡ് ഗുരുതരമാകുന്നതിനാൽ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പൊതുയിടങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം. രോഗലക്ഷണമുള്ളവർക്ക് കോവിഡ് പരിശോധന നടത്താൻ എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയതായും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് M5 ന്യൂസ്. സർവകലാശാലകളിലെ UG PG കോഴ്സുകളിലെ ഫീസ് വർധനവിനെതിരെ AISFന്റെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. സർവകലാശാലകളിലെ ഫീസ് വർധനവിനെതിരെ AISFന്റെ നേതൃത്വത്തിൽ കേരള സർവകലാശാലയിലേക്ക് മാർച്ച് നടത്തി. AISF സംസ്ഥാന സെക്രട്ടറി ആദിന്റെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. അതേസമയം തിരുവനന്തപുരം ഉൾപ്പെടെ സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ ഫീസ് വർധനവിനെതിരെ AISF മാർച്ച് നടത്തുന്നുണ്ടെന്ന് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. സർവകലാശാലയിലെ കാവ്യവൽക്കരണത്തിനെതിരെ തങ്ങൾ ശക്തമായി പോരാടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടാകുകയും പ്രതിഷേധം ശക്തമായതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ നീക്കം ചെയ്യുകയും ചെയ്തു. M5 ന്യൂസ്, തിരുവനന്തപുരം. ചാരുമൂട് താമരക്കുളത്ത് പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് കർഷകൻ മരണപ്പെട്ടു. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി K പിള്ളയാണ് മരണപ്പെട്ടത്. താമരക്കുളം സ്വദേശി ശിവൻകുട്ടി K പിള്ളയാണ് പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 9-നായിരുന്നു സംഭവം. മറ്റൊരു കൃഷിയിടത്തിലൂടെ സ്വന്തം സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇയാൾക്ക് പന്നിക്കിണിയിൽ നിന്ന് ഷോക്കേൽക്കുകയായിരുന്നു. നാട്ടുകാർ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അനധികൃതമായി വിദേശ മദ്യം വിറ്റ യുവാവിനെ എക്സൈസ് പിടികൂടി. കുഴിമണ്ണ മുണ്ടംപറമ്പ് മഠത്തിൽ മുഹമ്മദ് ഷാഫിയാണ് അറസ്റ്റിലായത്. കുഴിമണ്ണ മുണ്ടംപറമ്പ് മഠത്തിൽ മുഹമ്മദ് ഷാഫിയാണ് അനധികൃതമായി വിദേശ മദ്യം വിറ്റതിന് അറസ്റ്റിലായത്. ഇയാളിൽ നിന്ന് 29 കുപ്പികളിലായി 14.5 ലിറ്റർ മദ്യവും 5500 രൂപയും വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന സ്കൂട്ടറും പിടിച്ചെടുത്തു. അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് നേരത്തെയും മുഹമ്മദ് ഷാഫിക്കെതിരെ എക്സൈസിലും പോലീസിലും കേസുകളുണ്ട്. മലപ്പുറം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. BLM സൊസൈറ്റിയുടെ 127ാമത് ശാഖ നെന്മാറയിൽ പ്രവർത്തനം ആരംഭിച്ചു. ശാഖയുടെ ഉദ്ഘാടനം BLM സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ നിർവഹിച്ചു. ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡിന്റെ 127ാമത് ശാഖയാണ് നെന്മാറയിലെ ഡിനി കോംപ്ലക്സിന്റെ 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചത്. പുതിയ ശാഖയുടെ ഉദ്ഘാടനം BLM സൊസൈറ്റി വൈസ് പ്രസിഡന്റ് വേദവ്യാസൻ ഉദ്ഘാടനം ചെയ്തു. കേരളം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നീ സംസ്ഥാനങ്ങളിലായി 2006-ൽ R പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭിച്ച BLM സൊസൈറ്റി കഴിഞ്ഞ 21 വർഷകാലയളവിൽ മികച്ച നിലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സൊസൈറ്റിക്ക് 10 ലക്ഷത്തിലധികം മെമ്പർമാരാണുള്ളത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സഹകരണ പ്രസ്ഥാനം എന്ന നിലയിൽ സംസ്ഥാനത്തിന് അകത്തും പുറത്തും ഏറെ സ്വീകാര്യതയും വിശ്വാസ്യതയും നേടിയെടുക്കാൻ BLMന് കഴിഞ്ഞു. നെന്മാറയിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ ഡയറക്ടർ VK സിബി അധ്യക്ഷത വഹിച്ചു. PRO VP സൈദലവി, DGM ജ്യോതിപ്രകാശ്, മോഹനൻ എടത്തനാട്ടുകര, പങ്കജവല്ലി, AGMമാരായ നിതീഷ്, പ്രസന്നൻ, സ്റ്റേറ്റ് ഹെഡ് ദിനേശ് കുമാർ, ഷംസുദ്ദീൻ, രവി V, പ്രസാദ് C, ശ്രീജേഷ്, ഡേവിഡ് തുടങ്ങിയവർ സംസാരിച്ചു. 128ാമത് ബ്രാഞ്ച് തൃശൂർ മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നതായി BLM ഫൗണ്ടർ കൂടിയായ R പ്രേംകുമാർ അറിയിച്ചു. ബിസിനസ് ഡെസ്ക് M5 ന്യൂസ്. സംസ്ഥാനത്ത് റെക്കോർഡ് ഭേദിച്ച് കുതിച്ച സ്വർണ്ണവിലയിൽ ഇന്ന് നേരിയ ഇടിവ്. പവന് 120 രൂപയാണ് കുറഞ്ഞത്.
74,440 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില. ഗ്രാമിന് ആനുപാതികമായി 15 രൂപയാണ് കുറഞ്ഞത്. 9,305 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴ തുടരുമെന്ന് മുന്നറിയിപ്പ്. വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുമുണ്ട്. ചൊവ്വാഴ്ച മുതൽ മഴയുടെ തീവ്രത കുറയും. തിങ്കളാഴ്ച 4 ജില്ലകളിലാണ് റെഡ് അലർട്ട് ഉള്ളത്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് റെഡ് അലർട്ട്. ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിലമ്പൂരിൽ പ്രചാരണം അവസാന ലാപ്പിൽ. ചൊവ്വാഴ്ച കൊട്ടിക്കലാശം, വ്യാഴാഴ്ച വോട്ടെടുപ്പ്. ആത്മവിശ്വാസത്തോടെ മുന്നണികൾ. പശ്ചിമേഷ്യയിൽ ആശങ്ക വർദ്ധിപ്പിച്ചുകൊണ്ട് ഇസ്രയേലും ഇറാനും രൂക്ഷമായ ഏറ്റുമുട്ടൽ തുടരുന്നു. സംഘർഷത്തിന് പിന്നാലെ ആഗോള എണ്ണവില കുതിച്ചുയരുന്നു. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 11 കോവിഡ് മരണം. ഇതിൽ 7 മരണം കേരളത്തിൽ. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 5 ജില്ലകളിൽ റെഡ് അലർട്ട്. ഇതോടെ ന്യൂസ് റൗണ്ട് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.